على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم يا مالك الملوك يا الله آمين മജ്‌ലിസിനെ ഖബൂലാക്കണം ആമീൻ പടച്ചോനെ നിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഈ ജുമുഅ ദിവസത്തിന്റെ ബറക്കത്തുകൊണ്ട് ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് നീ അഫ്വ ചെയ്യണേ അല്ലാഹ് എല്ലാ ആഫത്ത് ബലാ മുസീബത്ത് നിങ്ങൾ നീ കാക്കണം ആമീൻ 271 ഹദീസ് 271 حدثنا إسحاق بن موسى أبي سلمة بن عبد الرحمن رضي الله عنه അയാളാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അന്നഹു സഅല ആയിഷ അബി സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആയിഷ ഉമ്മയോട് ചോദിച്ചു ആയിഷ ഉമ്മയോട് കേട്ടു കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ മുത്തുനബിന്റെ നിസ്കാരം റമളാൻ മാസത്തിൽ എങ്ങനെയാണ് മുത്തുനബി രാത്രി സുന്നത്ത് നിസ്കരിച്ചത് മുത്തുനബി റമളാൻ മാസത്തിൽ മുത്തുനബിയുടെ സുന്നത്ത് നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് അയാൾ ചോദിച്ചു ആയിഷ ഉമ്മ ഫഖാലത്ത് ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹാ പറഞ്ഞു മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയസീദ ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅത്തൻ റമളാൻ മാസത്തിലും റമളാൻ അല്ലാത്ത മാസത്തിലും കേട്ടത് റമളാൻ മാസത്തിൽ മുത്തുനബിയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു സുന്നത്ത് നിസ്കാരം രാത്രിയിലുള്ള സുന്നത്ത് നിസ്കാരം എങ്ങനെയായിരുന്നു അപ്പോൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത് റമളാൻ മാസത്തിലും അല്ലാത്ത മാസത്തിലും മുത്തുനബി 11 റക്അത്തിനേക്കാളും ജാസ്തി നിസ്കരിച്ചിട്ടില്ല 11 റക്അത്തിനേക്കാളും ജാസ്തി നിസ്കരിച്ചിട്ടില്ല. ഇവിടെ എന്താണ് മനസ്സിലായി? റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും മുത്തുനബി 11 റക്അത്താണ് നിസ്കരിച്ചത്, അതിനേക്കാളും ജാസ്തി നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ആ ചോദിച്ച ചോദ്യം വിത്ർ നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ്. മുത്തുനബിയുടെ വിത്ർ നിസ്കാരം റമളാൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ റമളാനിലും നിസ്കരിച്ചത് വിത്ർ നിസ്കാരം 11 റക്അത്താണ്, റമളാൻ അല്ലാത്ത മാസത്തിൽ നിസ്കരിച്ചത് 11 റക്അത്താണ്. ഇനെന്താക്കി കുറച്ച് ബിദ്അത്തിന്റെ ആളുകൾ, പുത്തൻവാദികൾ, ഈ വഹാബികൾ, സലഫികൾ പറയുന്നവർ 8 റക്അത്ത് തറാവിയും 3 റക്അത്ത് വിത്റും, അതാണ് അവർ 3 റക്അത്ത് കണക്കൂട്ടിയത്. അവരെ ബോളത്തരല്ലത്. റമളാൻ അല്ലാത്ത മാസത്തിൽ തറാവി നിസ്കാരം ഉണ്ട്. ആയിഷ ഉമ്മ പറഞ്ഞത് റമളാനും റമളാൻ അല്ലാത്ത മാസത്തിലും 11 റക്അത്തിനേക്കാൾ ജാസ്തി നിസ്കരിച്ചിട്ടില്ല. അപ്പം അത് ഏത് നിസ്കാരമാണ്? വിത്ർ നിസ്കാരമാണ്. ഓരോ പറഞ്ഞ 8 റക്അത്ത് തറാവിയും 3 റക്അത്ത് വിത്റും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട 8 തറാവി നിസ്കാരം റമളാന് മാത്രമല്ല ഉള്ളത്, റമളാൻ അല്ലാത്ത മാസം തറാവിയില്ല. അപ്പോൾ ഓറുണ്ടാക്കിയതാണ്, അതിന് അറിഞ്ഞുകൊണ്ട് തന്നെ അതുണ്ടാക്കിയതാണ്. അതിൻ്റെ അർത്ഥം അവരുണ്ടാക്കിയതാണ്. അവർ വ്യാഖ്യാനിച്ചത് മറ്റൊരു നിലക്കാണ്. ഇവിടെ ചോദിച്ചത് വിത്ർ നിസ്കാരത്തെ കുറിച്ച് എങ്ങനെ മനസ്സിലായി? റമളാനിലും റമളാൻ അല്ലാത്ത മാസത്തിലും എന്ന് ആയിഷ മറുപടി കൊടുത്തപ്പോൾ അത് വിത്ർ നിസ്കാരമാണെന്ന് മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു യുസ്വല്ലി അർബഅൻ, മുത്തുനബി 4 റക്അത്ത് നിസ്കരിച്ചു അല്ലേ, ലിയസീദ ഫി റമളാന വലാ ഫി ഗൈരി അലാ 11 റക്അത്തൻ. റമളാനിലും റമളാൻ അല്ലാത്ത മാസത്തിലും 11 റക്അത്തിനേക്കാളും ജാസ്തിയാക്കിയിട്ടില്ല. അത് വിത്ർ നിസ്കാരമാണ്. ഓർ പറയും പോലെ തറാവി 8ഉം 3 വിത്റും അല്ല. എന്നിട്ട് ആയിഷ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത് യുസ്വല്ലി അർബഅൻ, ആദ്യത്തെ 4 റക്അത്ത് മുത്തുനബി നിസ്കരിച്ചു. ലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, ആ നിസ്കാരത്തിൻ്റെ ഭംഗിയും ആ നിസ്കാരത്തിൽ ഉള്ള ദീർഘങ്ങളും ഓരോ റുക്കൂഉം ഓരോ സുജൂദും ഓരോ നൃത്തവും നീണ്ടതായിരുന്നു. നമ്മളെ അവസ്ഥ ഉണ്ട്. ഞങ്ങളെ ഫർള് നിസ്കാരത്തിൻ്റെ വിഷയങ്ങളൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഓരോരുത്തരുടെ ഫർള് നിസ്കാരത്തിന് കോലങ്ങളുണ്ടെങ്കിൽ റുക്കൂലേക്ക് നടുബഗ്നേ ഇല്ല. നടുബഗ്ഗാത്തൊരവസ്ഥ മോശമല്ല ബാബ, അത് ഉണ്ടല്ലോ വ്യവസ്ഥ. ഈ നടുബഗ്ഗുന്നവൻ്റെത് നിസ്കാരത്തെ റുക്കൂലേക്ക് നടുബഗ്ഗുന്നില്ല. നല്ല ശ്രദ്ധിക്കും. ഫർള് നിസ്കാരം എങ്ങനെയാ എന്തായിട്ടും
ഇത് സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് ആയിഷ പറയുന്നത് മുത്തുനബിന്റെ ആദ്യത്തെ റക്അത്ത് 4 റക്അത്ത് ചോദിക്കേ വേണ്ട. എന്ത് അതിൻ്റെ ദീർഘവും അതിൻ്റെ ഭംഗിയും ആ സുന്നത്ത് എല്ലാം പൂർണ്ണമായ നിലക്ക് മുത്തുനബി നിസ്കരിച്ചിരുന്നു. ഓരോ റക്അത്തും നീണ്ടതായ റക്അത്തായിരുന്നു. സുമ്മയുസല്ലി അർബഅൻ, പിന്നെയും 4 റക്അത്ത് നിസ്കരിച്ചു. ലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂരിഹിന്ന, അതിൻ്റെ നീളത്തെ കുറിച്ചിട്ടും അതിൻ്റെ ഭംഗിയെക്കുറിച്ചും ചോദിക്കണ്ട. അത്രയും ഭംഗിയായിരുന്നു, അത്രയും നീണ്ട നിസ്കാരമായിരുന്നു. നമ്മുടെ തറാബിൻ്റെ വിഷയം അതെങ്ങനെ ഉണ്ടല്ലോ, സുന്നത്ത് നിസ്കാര വിഷയം ഫർള് നിസ്കരിക്കുന്ന പോലെ പോകാൻ അങ്ങനെയാണ്. അങ്ങനായി പോകരുത്. കറക്റ്റ് റുക്കൂ എന്താ റുക്കൂ പോലെ ആവണം. എന്തും അല്ലെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലി ആ ടൈമങ്ങ് റുക്കൂല് വേണോ? റുക്കു എത്തുന്നില്ലാണ് കൈ, ഞങ്ങൾക്ക് വെറുതെ പറയുന്നില്ല. ഈ കൊടി കൈ ഉണ്ടല്ലോ റുക്കൂലേക്ക് മുട്ടിലേക്ക് എത്തുന്നില്ല, എത്തുന്ന മുന്നേ ഇത് വെച്ചിട്ടായി. അങ്ങനായി പോകരുത്. അപ്പം മുത്തുനബിൻ്റെ നിസ്കാരം അത്രയും ദീർഘമായ നിസ്കാരമായിരുന്നു. ആ പൂർണ്ണമായ സുന്നത്തോടു കൂടിയുള്ള നിസ്കാരമായിരുന്നു. സുമ്മ യുസല്ലി തലാത്തൻ, പിന്നീട് മുത്തുനബി 3 റക്അത്ത് നിസ്കരിക്കും. അത് 4 കാലത്ത് ആയിഷ പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അത്തനാമു ഖബല അൻ തൂത്തിറ, നിങ്ങൾ വിത്ത് നിസ്കരിക്കുന്ന മുന്നേ നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് ഞാൻ മുത്തുനബിയോട് ചോദിച്ചു. വഖാല, അപ്പോൾ മുത്തുനബി പറഞ്ഞു, യാ ആയിഷ ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എൻ്റെ ഖൽബ് ഉറങ്ങുന്നില്ല, എൻ്റെ കണ്ണ് മാത്രമാണ് ഉറങ്ങുന്നത്. പറഞ്ഞില്ലേ, മുത്തുനബിൻ്റെ ഖുസൂസിയത്താണ്. ഖൽബ് ഉറങ്ങാതെ മുത്തുനബി ഉറങ്ങിയെങ്കിൽ ആ ഉളു മുറിയൽ അത് മുത്തുനബിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എൻ്റെ കണ്ണ് 2 ഉറങ്ങിയെങ്കിലും എൻ്റെ ഖൽബ് ഇഷാറത്തിലേ ഉണ്ട് എന്ന് ആയിഷ ഉമ്മയോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഹദ്ദസനാ ഇസ്ഹാഖ് ഇബ്നു മൂസ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുമാറായിരുന്നു. 11 റക്അത്ത്, 11 റക്അത്ത്. യൂത്തിറു മിൻഹാ ബിവാഹിദത്തിൻ, അവസാനം നാക്കുന്നത് ഒന്നുകൊണ്ട് നാക്കും വിത്ത് നിസ്കരിക്കും. ഫൈദാ ഫറഗ മിൻഹാ, ആ 11 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇൽതജഅ അലാ ശിഖ്ഹിൽ ഐമനി, മുത്തുനബി വലഭാഗത്തിന് മേൽ എന്താക്കും, ചെരിഞ്ഞു കിടക്കും. നിസ്കരിച്ചിട്ട് പിന്നെ തിരിപ്പിൽ പോയിട്ട് വലഭാഗത്ത് ഒന്ന് കഴിഞ്ഞതല്ലേ, വലഭാഗത്ത് ചെരിഞ്ഞിട്ട് മുത്തുനബി കിടക്കും. ഹദ്ദസനാ ഇബ്നു അബി ഉമറ, 1, 3, 5, 7 ഒലിമ്പോ 11, അന്ന് ദിവസം 1 റക്അത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. ഹദ്ദസനാ മഹ്മൂദ് ഇബ്നു ഗൈലാൻ ഖാല ഹദ്ദസനാ യഹ്യ ഇബ്നു ആദം ഖാല ഹദ്ദസനാ സുഫിയാൻ ഇബ്നു സൗരി അൽ-അമസി നഹ്വഹു, ഇതുപോലെ ഹദീസ് മറ്റു നിലയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്ത് വിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ആ റമളാൻ അല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി അത് വിത്ത് നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്, അല്ലാതെ തറാവി നിസ്കാരമല്ല. തറാവി 20 റക്അത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ ജുമഅരാത്തിയുടെ ബറക്കത്ത് കൊണ്ട് നിന്റെ അടിമകൾക്ക് നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുക്കുന്നുണ്ട്, അത് മുഴുവനും ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഇവിടെ ഞങ്ങൾ ഓതിയിട്ടുണ്ട്. അല്ലാഹ്, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.